നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് അഥവാ ജിപ്മറിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ ജിപ്മറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ ഏറ്റവും മുകളിലത്തെ ടാബിൽ അനൗൺസ്മെന്റ്സ് എന്നൊരു സെക്ഷൻ കാണാം. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ജോബ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരിക. ഈ ഒരു പേജിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പേജിൽ നാലാമതായി ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പേജിൽ ഈ ഒരു ജോബ്സിന്റെ പേജിൽ നാലാമതായി നൽകിയിരിക്കുന്നത് ഇവിടെ കാണാം. റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് മൾട്ടി ടാസ്കിംഗ് വർക്കർ ഫോർ ദ പ്രൊജക്ട് റീജിയണൽ ലെവൽ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസിസ് ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈക്രോബയോളജി ജിപ്മർ പുതുച്ചേരി 6 ഓൺ എ കോൺട്രാക്ട് ബേസിസ് ഫോർ 1 year എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ അത് തന്നെ ഒന്നുകൂടി വ്യക്തമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് വർക്കർ എന്നീ പോസ്റ്റുകളിലേക്ക് കോൺട്രാക്ട് ബേസിസിലുള്ള നിയമനമായിരിക്കും നടക്കുവാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തായാലും പരിശോധിക്കാം. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എത്തരത്തിലാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു പേജിൽ ഇവിടെ കാണാം RVRDL റിക്രൂട്ട്മെന്റ് MTS ആൻഡ് DO നവംബർ 2020 എന്ന് പറഞ്ഞൊരു PDF ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ. നവംബർ 26-നാണ് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് അഥവാ ജിപ്മർ ഈ പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കിയത്. അതായത് റീജിയണൽ ലെവൽ വൈറൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിലേക്കാണ് ഇവർക്ക് ആവശ്യം. പുതുച്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പുതുച്ചേരിയിലേക്കായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്, തൊട്ട് താഴെയായി നൽകിയിട്ടുണ്ട്, ഏറ്റവും ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മൾട്ടി ടാസ്ക് വർക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് നിലവിലുള്ളത്. 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 16,000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സാലറി. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്ക് വർക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. അപ്പോൾ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന മൾട്ടി ടാസ്ക് വർക്കർ പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. 12,000 രൂപയായിരിക്കും പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിൽ 3 ഒഴിവുകളാണുള്ളത്. അതായത് മൾട്ടി ടാസ്കിംഗ് വർക്കർ പോസ്റ്റിലേക്ക് 2 ഒഴിവുകളും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് 1 ഒഴിവുമാണുള്ളത്. റീജിയണൽ ലെവൽ വൈറൽ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അവർ കോൺട്രാക്ട് ബേസിസിൽ നിയമനം നടത്തുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. SC ST OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളെല്ലാം ലഭിക്കുമെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇത്തരത്തിലായിരിക്കും എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഡിഗ്രി ലെവലുള്ള ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അത്തരത്തിലായിരിക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്കുള്ള നിയമനം നടത്തുക. അടുത്ത മൾട്ടി ടാസ്ക് വർക്കർ പോസ്റ്റിലേക്കുള്ള നിയമനം എന്ന് പറഞ്ഞത് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ജനറൽ നോളജിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും മൾട്ടി ടാസ്ക് വർക്കറുടെയും സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി തൊട്ട് താഴെയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻസ് ഇവിടെ ആവശ്യപ്പെട്ടിരുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായിരിക്കണം. അതോടെ തന്നെ ഡാറ്റ എൻട്രി വർക്കിൽ നോളേജും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട് നൽകിയിരിക്കുന്നത് അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ടൈപ്പിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. ഡാറ്റ എൻട്രി വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിഗ്രി പാസ്സായ ഡാറ്റ എൻട്രിയിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഡാറ്റ എൻട്രിയുടെ സ്പെഷ്യൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി വർക്കിൽ നോളേജ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി പാസ്സായ ഡാറ്റ എൻട്രി വർക്കിൽ പ്രാവീണ്യമുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത മൾട്ടി ടാസ്ക് വർക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് SSLC അല്ലെങ്കിൽ +2 പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന മൾട്ടി ടാസ്ക് വർക്കർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ട ക്വാളിഫിക്കേഷൻ അതായത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള നോളേജും അതോടെ തന്നെ നല്ലൊരു ടൈപ്പിംഗ് സ്കില്ലും ആവശ്യമായിട്ടുണ്ട് എന്നാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ നൽകേണ്ട എത്തരത്തിലാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ 2 ലിങ്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഡിസംബർ 17 മുന്നേ തന്നെ നിങ്ങളത് അപേക്ഷിക്കണം. ഡിസംബർ 17 വ്യാഴാഴ്ച 4:00 മുന്നേ, വൈകുന്നേരം 4:00 മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ അതായത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെയും 2 ലിങ്കുകൾ അപ്ലൈ ചെയ്യാനുള്ള 2 വ്യത്യസ്ത ലിങ്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന DOയുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും ഓപ്പൺ ആയി. ഇതൊരു ഗൂഗിൾ ഫോമാണ്. ഇവിടെ നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നൽകുക. അതിനുശേഷം നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ,
അപ്പോൾ തന്നെ ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 MB താഴെ സൈസുള്ള നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഈ ഒരു ആഡ് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അടുത്ത നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, PDF ഫോർമാറ്റിലുള്ള നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് 1 MB സൈസിൽ താഴെയുള്ള നിങ്ങളുടെ ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ ആഡ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അടുത്ത നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതുവരെയാണ് പഠിച്ചിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ നിങ്ങൾ നൽകുക. അടുത്ത നിങ്ങളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് +2 UG ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അത് അപ്പോൾ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണിത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആ ഒരു ഡോക്യുമെന്റ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC ST OBC കാറ്റഗറിയുള്ള ആളുകൾക്ക് അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന ഫയലുകളെല്ലാം നിങ്ങൾ PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് മാത്രം JPEG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾ 1 MB താഴെ ആയിരിക്കണം അതിൻ്റെ സൈസ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. എല്ലാ ഫയലുകളുടെയും സൈസ് 1 MB കുറവായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നൽകുന്നത്. അടുത്ത നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ നിൽ എന്നിവിടെ നൽകണമെന്നാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ നൽകിയതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കുന്നതായിരിക്കുമെന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലിങ്കും അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിരിക്കുക. ഇവിടെ നിങ്ങൾ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് നൽകേണ്ടത്. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു പേജിൽ കണ്ട പോലെ തന്നെ എല്ലാം നൽകിയതിന് ശേഷം അവസാനം സബ്മിറ്റ് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കുമെന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ അതിൽ നൽകുന്ന നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നൽകുന്ന നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതായത് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഇമെയിലിലേക്കായിരിക്കും വരിക. അത്തരത്തിലായിരിക്കും റിക്രൂട്ട്മെന്റ് പ്രോസസ് ഉണ്ടായിരിക്കും. അതായത് ആദ്യം ഒരു ഓൺലൈൻ പ്രിലിമിനറി സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഓൺ സൈറ്റ് റിട്ടൺ ടെസ്റ്റ് അറ്റ് ജിപ്മർ, അതിനുശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എന്നുള്ള 3 സ്റ്റേജുകളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ താഴെ നൽകിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുമ്പോൾ വേണ്ടതെന്ന് നമ്മൾ നേരത്തെ ആ ഒരു ഓൺലൈൻ ഫോമിൽ കണ്ടു. അപ്പോൾ എന്തായാലും ഈ ഒരു ഓൺലൈൻ ഫോമിന്റെ ഈ 2 ലിങ്കുകളും, അതായത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെയും പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ട 2 വ്യത്യസ്തമായ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്നും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ഇത് 1 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ബേസിസിലുള്ള ഒരു ജോബ് ആയിരിക്കും എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വർക്കും മറ്റുള്ള കാര്യങ്ങൾ, പിന്നീട് ഇവരുടെ പ്രൊജക്ടിന്റെ എക്സ്റ്റൻഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ജോബിന് നിങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ ചിലപ്പോൾ ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട്, അതായത് ഇനീഷ്യലി 1 വർഷത്തേക്കുള്ള ഒരു നിയമനമായിരിക്കും. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ 16,000 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക. മൾട്ടി ടാസ്ക് വർക്കർ പോസ്റ്റിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ 12,000 രൂപയായിരിക്കും. അപ്പോൾ പുതുച്ചേരിയിലേക്കായിരിക്കും നിയമനം. കാരണം ഇത് പുതുച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ ജിപ്മർ എന്നൊരു സ്ഥാപനം. അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈക്രോബയോളജിയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകൾ, കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റുകൾ അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെയും പ്രത്യേകമുള്ള ആ ഒരു 2 ലിങ്കുകളും, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ 2 വ്യത്യസ്ത ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.